ഈ മാധ്യമങ്ങൾ വന്നിട്ട് വീഡിയോ എടുക്കുന്നത് മുഴുവൻ ഒരു പണി തീർന്ന കുറച്ച് വീടുകളുണ്ട്, അത് മാത്രമാണ് എടുക്കുന്നത്. അപ്പോൾ ഈ കേരള ജനത എന്താ ചിന്തിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് വീടുകൾ കൈമാറി ഞങ്ങളിവിടെ താമസം തുടങ്ങിയെന്നാണ്. 9,000 രൂപയ്ക്കാണ് ഞാൻ വാടകയ്ക്ക് നിൽക്കുന്നത്. കൽപ്പറ്റയൊക്കെ ഭയങ്കര വാടകയാണ്. ഇപ്പോൾ 1.5 വർഷത്തോളമായി 9,000 രൂപയാണ്. 6,000 രൂപയാണ് സർക്കാർ തരുന്നത്. ബാക്കി 3,000 രൂപ ഞാൻ കയ്യിൽ നിന്ന് ചേർത്തിട്ടാണ് ഇപ്പോൾ ഈ 1.5 വർഷവും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഉദ്ഘാടനത്തിന് മുമ്പ് വരെ 2,300 തൊഴിലാളികൾ വെച്ച് ചെയ്തിട്ട് ഇപ്പോൾ അതിൻ്റെ നേർപകുതിയേ ഉള്ളൂ. മുണ്ടക്കൈ ദുരന്തബാധിതർക്കായി സർക്കാർ നിർമ്മിക്കുന്ന ടൗൺഷിപ്പിനെ ചൊല്ലി വാദപ്രതിവാദങ്ങളൊക്കെ ഒരു ഭാഗത്ത് നടക്കുകയാണ്. തെരഞ്ഞെടുപ്പ് വലിയ ക്യാമ്പയിൻ ആയിക്കൊണ്ട് തന്നെ ഈ ഒരു വിഷയം സജീവമായി നിലനിൽക്കുന്നു. ഇപ്പോൾ ഫേസ് 1-ൽപ്പെട്ട ദുരന്തബാധിതർ തന്നെ നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് ഇപ്പോൾ നിങ്ങൾക്കുള്ളൊരു ആശങ്ക? നമ്മൾക്കിപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞ് ഇപ്പോൾ 13 ദിവസമായി ഇന്നക്ക്. നമ്മളോട് ഉദ്യോഗസ്ഥരൊക്കെ ഈ ഉദ്ഘാടനം നടക്കുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നത് 3 ആഴ്ചക്കുള്ളിൽ നിങ്ങളെ മാറ്റി പാർപ്പിക്കും, വീട് എല്ലാം പണിയും തീർത്ത് മാറ്റി പാർപ്പിക്കും എന്ന് പറഞ്ഞു. ഇപ്പോൾ ദിവസം വന്ന് നോക്കി പോകുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ വീടൊക്കെ ഇനിയും പണിയുണ്ട്. അപ്പോൾ ഇത് ഒരുപാട് വർക്കുകൾ ഇനിയും ഉണ്ട്. ഇതിപ്പോൾ മഴയ്ക്ക് മുമ്പായിട്ട് തീരുമോ, അടുത്ത മാസവും തീരൂല എന്നാണ് കണ്ടിട്ട് തോന്നുന്നത്. അപ്പോൾ ഞങ്ങൾ 178 ആളുകളും ഭയങ്കര ആശയക്കുഴപ്പത്തിലാണ്. ഞങ്ങൾക്ക് എത്രയും വേഗം ഈ മാസം അവസാനമാകുമ്പോഴത്തേനും കൂടുതൽ പണിക്കാരെയൊക്കെ വെച്ചുകൊണ്ട് പെട്ടെന്ന് പണി പൂർത്തിയാക്കിയിട്ട് മാറ്റി താമസിപ്പിക്കണം. ഇപ്പോൾ 9,000 രൂപയ്ക്കാണ് ഞാൻ വാടകയ്ക്ക് നിൽക്കുന്നത്. കൽപ്പറ്റയൊക്കെ ഭയങ്കര വാടകയാണ്. ഇപ്പോൾ 1.5 വർഷത്തോളമായി 9,000 രൂപയാണ്. 6,000 രൂപയാണ് സർക്കാർ തരുന്നത്. ബാക്കി 3,000 രൂപ ഞാൻ കയ്യിൽ നിന്ന് ചേർത്തിട്ടാണ് ഇപ്പോൾ ഈ 1.5 വർഷവും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിലൊക്കെ ഭയങ്കര പ്രയാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എത്രയും വേഗം നമ്മളെ മാറ്റി പാർപ്പിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഉള്ളിലുള്ള ആശങ്കയും വിഷമമൊക്കെ. ഇപ്പോൾ നിലവിൽ ഉദ്യോഗസ്ഥരെ എന്താണ് നിങ്ങളോട് പറയുന്നത്? എത്ര ദിവസത്തിനകം മാറും? എത്ര ദിവസത്തിനകം നിങ്ങൾക്ക് ഈ ഒരു ടൗൺഷിപ്പിലെ വീട്ടിലേക്ക് മാറാൻ പറ്റും എന്നാണ് പറയുന്നത്? അതെ, ഇപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട CM ഇവിടെ വന്നു 1 മാസം മുമ്പാണ്. ഇന്നിപ്പോൾ 1 തീയതി. ഓക്കെ, 1 മാസമായി ഇന്നത്തേക്ക് ഉദ്ഘാടനം കഴിഞ്ഞിട്ട്. അന്ന് നമ്മുടെ ഡെപ്യൂട്ടി കളക്ടറായാലും ജില്ലാ ഭരണകൂടമായാലും പറഞ്ഞത് 2 ആഴ്ച, നിങ്ങൾ 2 ആഴ്ച കഴിഞ്ഞാൽ നിങ്ങൾ കയറി താമസിക്കാനുള്ള ഏപ്രിൽ 15 എന്നൊരു ഡേറ്റ് പറയുന്നുണ്ടല്ലോ ഉദ്യോഗസ്ഥർ. യെസ്, അതായത് വിഷുവിന് മുമ്പായിട്ട് നമ്മളെ 178 പേരെയും പുനരധിവാസം ഉറപ്പുവരുത്താമെന്ന് പറഞ്ഞു. പക്ഷേ കഴിഞ്ഞ 2-3 ദിവസം മുമ്പാണ് പറഞ്ഞത് 40 പേരെ ആദ്യം പരിഗണിക്കുന്നു. പക്ഷേ ഈ 40 പേര് എങ്ങനെ ഇവിടെ കയറിക്കൂടും? മറ്റ് വില്ലാസിലൊക്കെ പണി നടക്കുമ്പോൾ മറ്റുള്ള ആളുകൾക്ക് അതൊരു ബുദ്ധിമുട്ടാണ്. മാത്രമല്ല 178 പേരാണ് ഇപ്പോൾ ഫേസ് 1-ലുള്ളത്. ഈ 178 പേരെയും ഒരുമിച്ച് തന്നെ പരിഗണിക്കാമെന്ന് പറഞ്ഞാണ് സർക്കാർ. അത് പരിഗണിച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നറുക്കെടുത്ത് കഴിഞ്ഞു. ഈ 178 വീടുകളുടെ നറുക്കെടുപ്പ് കഴിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ 178 പേരെയും ഒരുമിച്ച് തന്നെ പുനരധിവാസം ഉറപ്പുവരുത്താൻ തന്നെ നമ്മൾ ആവശ്യപ്പെടുന്നത്. അതിപ്പോൾ ഡെപ്യൂട്ടി കളക്ടർ പറഞ്ഞും ചെയ്തു, നിങ്ങൾ ഇഷ്ടപ്രകാരം നമ്മൾ നിങ്ങളെ താമസിപ്പിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുമുണ്ട്. ഓൾമോസ്റ്റ് ഓക്കെയാണ്, എല്ലാം കൊണ്ട് ഓക്കെയാണ്. പക്ഷേ വർക്ക് ലോ ആണ് മാത്രം. ഇപ്പോൾ നമ്മൾ ഉദ്ഘാടനം ചെയ്ത ആ ഭാഗത്ത് വീടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട്. അവിടെ മതിലായാലും മറ്റ് ഗേറ്റ് ആയാലും എല്ലാം പറഞ്ഞു. ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കുറേ വീടുകളുടെ പണി, ഇപ്പോൾ മുറ്റമായാലും അതിൻ്റെ പണിയൊക്കെ നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്താ തോന്നുന്നു, വർക്ക് ഡിലേ ആകുമെന്ന് തോന്നുന്നുണ്ടോ? ഇതിനകത്ത് ഈ മാധ്യമങ്ങൾ വന്നിട്ട് വീഡിയോ എടുക്കുന്നത് മുഴുവൻ ഒരു പണി തീർന്ന കുറച്ച് വീടുകളുണ്ട്, അത് മാത്രമാണ് എടുക്കുന്നത്. അപ്പോൾ ഈ കേരള ജനത എന്താ ചിന്തിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് വീടുകൾ കൈമാറി ഞങ്ങളിവിടെ താമസം തുടങ്ങിയെന്നാണ്. നമ്മൾ പുറത്ത് പോകുന്ന സമയത്തൊക്കെ എല്ലാവരും അങ്ങനെയാണ് സംസാരിക്കുന്നത്. ഇപ്പോഴും ഒരു വീട്ടിലേക്കും കയറി താമസിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് അന്ന് ഉദ്ഘാടനം കഴിഞ്ഞതോടെ നമ്മളോട് പറഞ്ഞത് 2 ആഴ്ചയ്ക്കുള്ളിൽ STPയുടേതും കുടിവെള്ളത്തിൻ്റെതും ഫംഗ്ഷനിങ് ആവും, അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കയറി താമസിക്കുക എന്ന് പറഞ്ഞു. നോക്കുമ്പോൾ ഇപ്പോഴും അതിൻ്റെ വർക്ക് പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ടില്ല. 100% പണി തീരേണ്ട സമയത്ത് ഉദ്ഘാടനത്തിന് മുമ്പ് വരെ 2,300 തൊഴിലാളികൾ വെച്ച് ചെയ്തിട്ട് ഇപ്പോൾ അതിൻ്റെ നേർപകുതിയേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ കുറച്ച് സ്പീഡായിട്ടുണ്ട്. അപ്പോൾ ഈ സ്പീഡ് കുറയാതെ ഈ മാസം ലാസ്റ്റ് ആകുമ്പോഴേക്കും ഈ 178 പേരെയും പുനരധിവസിപ്പിക്കണം. അതുകൂടാതെ മഴക്കാലത്തിന് മുമ്പ് ഈ 410 വീടുകളും പൂർത്തീകരിച്ച് ഞങ്ങളെല്ലാവരും ഇവിടെ താമസിപ്പിക്കുന്നതാണ് ഞങ്ങൾ പറയുന്നത്. ഏറ്റവും വലിയ ആശങ്ക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മഴ തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം അത്രയും മഴയായിരിക്കും, പണിയൊന്നും നടക്കില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഡിലേ വരും. ആ സമയത്ത് ഞങ്ങൾക്ക് ഒരു വാടക ആയിക്കഴിഞ്ഞാലും എല്ലാം കൂടുന്നുണ്ട്, ബാക്കിയുള്ള വിഷയങ്ങളായി കഴിഞ്ഞാലും ഒക്കെ പ്രശ്നമാണ്. അപ്പോൾ അതാണ് ഞങ്ങളുടെ ആശങ്കയായിട്ട് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യഘട്ടത്തിൽ നറുക്കെടുത്ത് വീട് കിട്ടിയ ആളുകളാണ്. അപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ പണി എത്രത്തോളം ആയിട്ടുണ്ട്? എൻ്റെ വീടിൻ്റെ പണി ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 70% ആയിട്ടുണ്ട്. 70% പൂർത്തിയായിട്ടുണ്ട്. ഇനിയൊരു 30% പൂർത്തിയാവാനുണ്ട്. അതിനോട് തൊട്ടനുബന്ധിച്ച് ഒരു 8-9 വീടുകളുണ്ട്, അതും പൂർത്തിയാവാനുണ്ട്. അപ്പോൾ അത് ഈ ഏപ്രിൽ മാസം അവസാനത്തോടു കൂടി പൂർത്തിയാക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നു? അത് ഞാനല്ല പറയേണ്ടത്, ഇവിടെ വർക്ക് ചെയ്യുന്ന ഊരാളുങ്കൽ സൊസൈറ്റിയാണ് പറയേണ്ടത്. പക്ഷേ ഞങ്ങൾക്ക് തീർത്ത് തരണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. കാരണം സർക്കാർ ഞങ്ങളെ വാടകയും മാസം 9,000 രൂപയും കൂപ്പണും എല്ലാമായിട്ട് ഞങ്ങൾ ചേർത്ത് പിടിക്കുന്നുണ്ട്. പക്ഷേ ഒരാശങ്ക എന്ന് പറഞ്ഞാൽ പറഞ്ഞ സമയത്ത് വീട് പണി തീർന്നിട്ടില്ല. അപ്പോൾ അത് ഈ മാസം കഴിയുമ്പോഴേക്കും ഈ 178 വീടിൻ്റെയും പണി തീരണം.
മഴക്കാലമാവുന്നതിന് മുമ്പ് 410 വീടിൻ്റെ പണിയും തീർന്ന് എല്ലാവരും ഇവിടെ പുനരധിവസിക്കുമെന്നാണ് ഞങ്ങൾ പറയുന്നത്. എന്തായാലും രാഷ്ട്രീയ ആരോപണങ്ങൾക്കപ്പുറത്ത് ഈ ഒരു വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിൽ പൂർത്തീകരിക്കണം എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും ഇവരുടെ ആവശ്യം. 178 വീടുകളാണ് ആദ്യഘട്ടത്തിൽ കൈമാറിയിട്ടുള്ളത്. ആ 178 വീടുകളിൽ പകുതി വീടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ പൂർത്തീകരിക്കണം. ബാക്കിയുള്ള വീടുകളിലൊക്കെ ഇപ്പോഴും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം അതൊക്കെ എത്രയും വേഗം പൂർത്തീകരിച്ചുകൊണ്ട് അവർക്ക് പറഞ്ഞ വാക്ക്, അല്ലെങ്കിൽ ഏപ്രിൽ മാസം അവസാനത്തോടു കൂടി തന്നെ അവർക്ക് പൂർണ്ണമായും വീടുകളിലേക്ക് താമസം മാറാനുള്ള സംവിധാനം ഒരുക്കണം എന്നുള്ളതാണ് ഒരു വിഭാഗം അല്ലെങ്കിൽ ദുരന്തബാധിതർ തന്നെ നമ്മോട് പറയുന്നത്.